കേരളീയ സമൂഹത്തിൽ ഭക്തിപ്രസ്ഥാനം വളരുന്നത് സമൂഹത്തിൽ ഐക്യത്തിനും ശാന്തിക്കും കാരണമായി ഭവിക്കുമെന്ന് മിസോറാം മുൻ ഗവർണർ കുമ്മനം രാജശേഖരൻ അഭിപ്രായപ്പെട്ടു. ഭക്തിയിലൂടെയാണ് സമൂഹത്തിൽ പരിവർത്തനങ്ങൾ സൃഷ്ടിക്കുവാൻ കഴിയൂവെന്നും പറഞ്ഞു. ഭാഗവതാചാര്യൻ പള്ളിക്കൽ സുനിലിന്റെ മാതാപിതാക്കളുടെ സ്മരണയ്ക്കായി ആരംഭിക്കുന്ന സാമൂഹ്യ സേവന പദ്ധതികളുടെ പരിപാടിയിൽ പങ്കെടുക്കുവാനെത്തിയതായിരുന്നു അദ്ദേഹം. കേരളീയ സമൂഹത്തിൽ ഭക്തിപ്രസ്ഥാനം വളരുന്നത് സമൂഹത്തിൽ ഐക്യത്തിനും ശാന്തിക്കും കാരണമായി ഭവിക്കുമെന്ന് മിസോറാം മുൻ ഗവർണർ കുമ്മനം രാജശേഖരൻ പറഞ്ഞു. കേരളത്തിലൊരു ഭക്തിപ്രസ്ഥാനം ഇന്ന് ശക്തിപ്പെട്ടു വരുന്നതും ഈ ഗ്രാമങ്ങളിലും നഗരങ്ങളിലുമെല്ലാം ക്ഷേത്രങ്ങളിലൊക്കെ നടന്നു വരുന്ന ഈ സപ്താഹ യജ്ഞങ്ങൾ വലിയൊരു പങ്ക് വഹിക്കുന്നു. ഭക്തിയിലൂടെയാണ് സമൂഹത്തിൽ പരിവർത്തനം ഉണ്ടാക്കാൻ കഴിയുന്നത്. അതുകൊണ്ടാണ് ഇന്നും രാമായണം എല്ലാവരും വായിക്കുന്നത്. ഏറ്റവും അധികം കോപ്പികൾ ചെലവഴിക്കുന്ന പുസ്തകം രാമായണമാണ്. അത് എഴുത്തച്ഛൻ തുടങ്ങി വെച്ച ഒരു വലിയ ഭക്തിപ്രസ്ഥാനത്തിൻ്റെ ഭാഗമായിട്ടാണ്. ശബരിമലയിലേക്ക് ഇന്ന് കോടിക്കണക്കിന് അയ്യപ്പന്മാർ പോയിക്കൊണ്ടിരിക്കുന്നു. ഗുരുവായൂരും തീർത്ഥാടന കേന്ദ്രങ്ങളിലുമൊക്കെ ഭക്തജനത്തിരക്കാണ്. അത് നമ്മുടെ നാട്ടിൽ ഇന്ന് കണ്ടുവരുന്ന ഭക്തിപ്രസ്ഥാനത്തിൻ്റെ ആ ഒരു തെളിമയും നന്മയുമാണ്. ജനമനസ്സുകളിൽ വിദ്വേഷവും വെറുപ്പും പകയും മാത്സര്യവും കാലുഷ്യവും ഒക്കെ തുടങ്ങിയിട്ടുള്ള ഈ നിഷേധ വികാരങ്ങളും വിചാരങ്ങളും നീക്കം ചെയ്യുന്നതിലൂടെ ആണ് ഭക്തിക്ക് പ്രസക്തി വർദ്ധിക്കുന്നത്. ഭക്തിയിലൂടെയാണ് മനുഷ്യ മനസ്സുകളെ ശുദ്ധീകരിക്കാൻ കഴിയുക. അതുകൊണ്ട് അതിനെ പ്രോത്സാഹിപ്പിക്കാൻ, അതിനെ ഉത്തേജിപ്പിക്കാൻ ഈ യജ്ഞങ്ങൾക്ക് സാധിക്കുന്നു. ഭക്തിയിലൂടെയാണ് സമൂഹത്തിൽ പരിവർത്തനങ്ങൾ സൃഷ്ടിക്കുവാൻ സാധിക്കുന്നത്. ഈ കാരണത്താലാണ് എഴുത്തച്ഛൻ്റെ രാമായണം പ്രാധാന്യത്തോടെ വായിക്കുന്നതും അതിലെ സാരാംശങ്ങൾ ഹൃദ്യസ്ഥമാക്കുന്നതും. ഈ കാലഘട്ടത്തിൽ ഏറ്റവും അധികം വായിക്കുന്നതും വിറ്റഴിക്കുന്നതും രാമായണമാണെന്നും കുമ്മനം രാജശേഖരൻ പറഞ്ഞു. ഭാഗവതാചാര്യൻ പള്ളിക്കൽ സുനിലിന്റെ മാതാപിതാക്കളുടെ സ്മരണയ്ക്കായി ആരംഭിക്കുന്ന സാമൂഹ്യ സേവന പദ്ധതികളുടെ ഭാഗമായി സംഘടിപ്പിച്ച പരിപാടിയിൽ പങ്കെടുക്കുവാനെത്തിയതായിരുന്നു കുമ്മനം രാജശേഖരൻ. പദ്ധതിയുടെ ഭാഗമായുള്ള സേവന പദ്ധതികളുടെ ചെക്കുകളുടെ വിതരണം കുമ്മനം രാജശേഖരൻ നിർവഹിച്ചു. CDNet ന്യൂസ്, കായംകുളം.